ഇന്നലെ രാത്രി സൈറം വന്നായിരുന്നു. സൈറം വന്നപ്പോ റോക്കറ്റ് കാണാൻ വേണ്ടി മണ്ടയിലേക്ക് നോക്കി. മണ്ടയിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായ ശുക്രൻ തിളങ്ങിയിരിക്കുന്നതല്ല ഇറാന്റെ റോക്കറ്റ് ആയിരുന്നു. എന്റെ മോനെ, ഇടത്തോട്ട് പോയാലും ബങ്കറുണ്ട്, വലത്തോട്ട് പോയാലും ബങ്കറുണ്ട്, ഇനി നേരെ പോവാണെങ്കിലും ബങ്കറുണ്ട്. എന്റെ റൂമിന്റെ അടുത്ത് തന്നെ 3 ബങ്കറുണ്ട്. ബങ്കർ കാണാൻ ശരിക്കും ഒരു നോർമൽ റൂം പോലെ ഇരിക്കുക. ഇരുമ്പിന്റെ ഡോർ ആയിരിക്കും, കുറച്ച് കട്ടിയുള്ള ഡോർ ആയിരിക്കും. ചില ആൾക്കാർക്ക് നടക്കാൻ പറ്റില്ല, പിന്നെ ഹാൻഡിക്യാപ്ഡ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ബങ്കറിനകത്ത് തന്നെ ടെന്റ് അടിച്ചോ അല്ലെങ്കിൽ മറ്റേ ഒരു കിടക്കയൊക്കെ കിട്ടോ ബങ്കറിനകത്ത് തന്നെ അവർ എപ്പോഴും ബങ്കറിനകത്ത് തന്നെ. പിന്നെ എന്റെ അടുത്തുള്ള 3 ബങ്കറിനകത്തും AC ഉള്ള ബങ്കറാണ്. അതുകൊണ്ട് അത് ബങ്കറിനകത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അധികം ചൂടോ തണുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികമായിരിക്കും. ഇപ്പൊ ഇസ്രായേലിന്റെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധമാണെങ്കിലും ഷോപ്പുകളൊക്കെ ഓപ്പൺ ആണ്. കമ്പനി കഴിഞ്ഞ് വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു, പച്ചക്കറി മേടിച്ചു, ചിക്കൻ മേടിച്ചു. സാധനത്തിന് റേറ്റ് ഒന്നും മാറ്റങ്ങളൊന്നുമില്ല. പണ്ടത്തെ റേറ്റ് എത്രയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ റേറ്റ്. എല്ലാ കടകളും ഓപ്പൺ ആയിട്ട് പ്രവർത്തിക്കണ്ടോ എന്ന് വെച്ചാൽ എല്ലാ കടകളും ഓപ്പൺ ആയിട്ട് പ്രവർത്തിക്കുന്നു. ചില ഹോട്ടലൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഇസ്രായേലിൽ എത്ര വലിയ യുദ്ധം വന്നാലും ഇത്ര സേഫ് ആവാൻ കാരണം ഇസ്രായേലിലെ ബങ്കർ തന്നെയാണ്. പിന്നെ ബങ്കറിനകത്തേക്ക് കയറാൻ നേരത്ത് ഇന്ത്യക്കാരനോ ഇവിടുത്തെ ആൾക്കാരോ ഇസ്രായേലുകാരനോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരു ബങ്കറിനകത്ത് തന്നെ ഉണ്ടാവും. ഉദാഹരണം, നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാത്തൊരു ഏരിയയിലൊക്കെ വന്ന് നമുക്ക് ബങ്കർ എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പിനകത്ത് നിയർ ബോംബ് ഷെൽട്ടറിന് അടിച്ചാൽ അവർ കറക്റ്റ് വഴിയായിട്ട് പറഞ്ഞു